ഓപ്പറേഷൻ സഫേദ് സാഗർ ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് കാർഗിൽ വാർ. നമ്മുടെ സിദ്ധാർത്ഥിന്റെ ഒരു വാർ ടൈം ഡ്രാമ അതാണ് ഓപ്പറേഷൻ സഫേദ് സാഗർ. 1999 നടന്ന കാർഗിൽ വാറിന്റെ ഒരു അൺടോൾഡ് സ്റ്റോറി. കാർഗിൽ വാർ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലും വരുന്നത് ഈ ഗ്രൗണ്ട് ബാറ്റിൽസ് ആണ്. ഓപ്പറേഷൻ വിജയ്. എത്ര പേർക്ക് സഫേദ് സാഗർ എന്നുള്ള ഒരു ഓപ്പറേഷനെ പറ്റി അറിയുന്ന പോലും എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി അറിയുണ്ടായിരുന്നില്ല. സോ ഇപ്പൊ ഈ സീരീസ് നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. കിഡു സീരീസ്. വാർ ടൈം ഡ്രാമ ആ ഒരു ജോണറിൽ വരുന്ന സകലമാന സിനിമ. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് എ സ്പെസിഫിക് ഇൻഡസ്ട്രി. ഇന്ത്യൻ സിനിമയിലെ സകലമാന സിനിമയും സീരീസ് കൊടുത്തോ. അതിന്റെ ബെസ്റ്റസ്റ്റ് അതാണ് ഓപ്പറേഷൻ സഫേദ് സാഗർ. കിഡു സാൻ. ഞാൻ ഈ പാട്രിയോട്ടിക് സിനിമയും അല്ലെങ്കിൽ സീരീസും അതിന്റെ ഒരു വലിയ ഫാനേ അല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സീരീസ് കാണാൻ തന്നെ വൈകിയത്. അതിന് മെയിൻ റീസൺ ബോളിവുഡും കങ്കണ റണാവത്തുമാണ്. പേട്രിയോട്ടിക് സിനിമ ചെയ്ത് നാട്ടുകാരെ കൊല്ലണം, അതാണ് കങ്കണ റണാവത്തിന്റെ ഐഡിയോളജി. ഇത് മറ്റേ തട്ടിക്കൂട്ട് പരിപാടിയൊന്നുമല്ല. ഇതിൽ മറ്റേ എയർഫോഴ്സിന്റെ ഓപ്പറേഷൻ സഫേദ് സാഗർ വണ്ടി ഗോൾഡൻ ആരോ അവരുടെ ഒരു ഏരിയൽ സ്ട്രൈക്കിംഗ് അതേപോലെ തന്നെ ഏരിയൽ സീക്വൻസ് ഒക്കെ ഉണ്ട്. കിഡു സാധനം എഴുതും. ആൻഡ് ഇപ്പോഴത്തെ പേട്രിയോട്ടിക് സിനിമകൾ പോലെ ഈ കണ്ണിക്കണ്ട പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ മൂഡ് താങ്ങാനും വൈറ്റ് വാഷ് അടിക്കാനൊന്നും ഇവർ നിന്നിട്ടില്ല. സോളിഡ് ആയിട്ടുള്ള ഗ്രൗണ്ടഡ് ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള സീരീസ്. ദിസ് ഇസ് ദ ബെസ്റ്റ്. സിദ്ധാർത്ഥിന്റെ കരിയറിലുള്ള സകലമാന ക്യാരക്ടേഴ്സ് എടുത്താലും അതിലത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് അഹൂജ. എജാദി പെർഫോമൻസ് ആയിരുന്നു. അറിയൂ, ഇറ്റ് വാസ് ടു ഗുഡ്. മാൻ ലവ് യു മാൻ. അജാദി പെർഫോമൻസ്. ആള് ത്രൂ ഔട്ട് ദ സീരീസ് ഇല്ല, കുറച്ച് പോർഷനേ ഉള്ളൂ. അതെന്താന്ന് ഈ സീരീസ് കാണും മനസ്സിലാവും. പക്ഷെ ത്രൂ ഔട്ട് ദ സീരീസ് എപ്പോഴൊക്കെ അഹൂജയുടെ പേര് പറയണോ ആ സമയത്ത് കണ്ണ് നിറയും. എന്റെ കണ്ണൊക്കെ കുറെ നിറഞ്ഞു, കുറെ കരഞ്ഞു. അതെ ഞാൻ പറഞ്ഞു, പേട്രിയോട്ടിസം പറയുന്ന സാധനം ഇറ്റ് ഷുഡ് കം ഫ്രം ആ ഹാർട്ട്. ഇവിടുന്ന് വരണം. അല്ലാതെ കുറെ ഫോഴ്സ് ചെയ്തിട്ട് മെലോ ഡ്രാമ കുത്തിക്കേറ്റിട്ട് കൊണ്ടുവരുന്നതല്ല പേട്രിയോട്ടിസം. ഇപ്പോഴത്തെ സകലമാന സിനിമയിലും സീരീസിലും കാണുന്ന അതാണ്. സിദ്ധാർത്ഥിന്റെ ക്യാരക്ടറിന്റെ പേര് ത്രൂ ഔട്ട് എവിടെ പറയുമ്പോഴും കണ്ണു നിറഞ്ഞു. അത്രയും കിടു ക്യാരക്ടറാണ്. അത് കഴിഞ്ഞാൽ ഇതിൽ മറ്റേ ഡാലി അങ്ങനെ ഏതോ ഒരു ക്യാരക്ടർ ഇത് പയ്യനുണ്ട്. എന്താണ് അഭയ് വർമ്മ, അതാണ് ആളുടെ റിയൽ നെയിം തോന്നുന്നു. ടു ഗുഡ്. ഞാൻ ഇന്നേ ഒരാളൊരു സിനിമയിൽ ഒന്നും കണ്ടിട്ടില്ല. വാച്ച് എ പെർഫോമൻസ്, വാച്ച് എൻ ആക്ടർ. സിദ്ധാർത്ഥിന്റെ ഭാര്യയായിട്ടൊരു ആക്ട്രസ് അഭിനയിച്ചിട്ടുണ്ട്. എന്ത് മെച്ചൂർഡ് ആയിട്ടാണ് അവർ പെർഫോം ചെയ്തിരിക്കുകയെന്ന് അറിയൂ. ഈ സീരീസിൽ അഭിനയിച്ച എല്ലാവരും കിടു പെർഫോമൻസ്. ഈവൻ വില്ലനായിട്ട് അഭിനയിച്ചവരെ വരെ. മുഷറഫ് ആയിട്ട് ഒരാൾ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മുഷറഫ് ആയിട്ടേ തോന്നുന്നു.